Hello my dear students, welcome to my channel at your classroom. എൻ്റെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക at your classroom -5-2310A. ഇതുപോലെ ടൈപ്പ് ചെയ്താൽ നേരിട്ട് എൻ്റെ ചാനലിൽ എത്തിച്ചേരും. അപ്പോൾ നേരിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വരാം. എൻ്റെ ക്ലാസ്സിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ ലെസൺ അതിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുന്നേ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 3 ലെസൺസാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പോയമാണ്, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പോയമാണ്. അപ്പം ഈ കേരള ഇംഗ്ലീഷ് റീഡർ സ്റ്റാൻഡേർഡ് 4 പാർട്ട് 1 പേപ്പർ ബോട്ട് യൂണിറ്റ് 2 പേപ്പർ ബോട്ട്സ് എന്ന ഒരു യൂണിറ്റിലെ പോയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ ഇംഗ്ലീഷിലുള്ള പോയം ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കതിനെ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ പദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഹിയർസ് എ പോയം ഇൻ വിച്ച് വി സീ എ ബോയ് മേക്കിംഗ് പേപ്പർ ബോട്ട്സ് ടു ഫ്ലോട്ട് ഡൗൺ ദ സ്ട്രീം. അപ്പോൾ നേരത്തെ കണ്ട ചിത്രത്തിൽ കണ്ട പോലെ ഒരു സ്ട്രീമിൽ ഇങ്ങനെ പേപ്പർ ബോട്ട്സ് ഒഴുക്കി വിടുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. പേപ്പർ ബോട്ട്. Day by day I float my paper boats one by one down the stream. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ ബോട്ട് ഉണ്ടാക്കിയിട്ട് ആ സ്ട്രീമിൽ ഒഴുക്കി വിടും. In big black letters I write my name on them and the name of the village where I live. അപ്പം ആ ബോട്ടിൻ്റെ മേലെ, ആ പേപ്പർ ബോട്ടിൻ്റെ മേലെ ഞാൻ എൻ്റെ പേര് പിന്നെ വില്ലേജിൻ്റെ പേരൊക്കെ വലുതായിട്ട് ബ്ലാക്ക് ലെറ്റേഴ്സിൽ എഴുതും. I hope that someone in some strange land will find them and know who I am. അപ്പോൾ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും ഞാൻ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അത് വായിച്ചിട്ട് ഞാൻ ആരാണെന്ന് അവർ തിരിച്ചറിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താ അവിടെ കാണുന്നത്? I load my little boats with sugarly flowers from our garden and hope that these blossoms of the dawn will be carried safely to the land in the night. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ കുട്ടി ഷുഗ്ലി ഫ്ലവേഴ്സ് ലോഡ് ചെയ്യുന്നുണ്ട്. ഏതിൽ? ആ കുട്ടീൻ്റെ ബോട്ടിൽ. അപ്പോൾ ഷുഗ്ലി ഫ്ലവർ എന്ന് പറഞ്ഞാൽ കാണാൻ ഇതുപോലെ ഇരിക്കും. പാരിജാതം എന്നാണ് മലയാളത്തിൽ ഇതിനൊരു പേരുണ്ട്. ഇത് സന്ധ്യക്ക് വിരിയും, പുലർച്ചെ ആകുമ്പോൾ വീണു പോകും. അങ്ങനെ ഒരു പൂവാണിത്. നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ്. ഇത് മുല്ലേൻ്റെ വർഗത്തിൽപ്പെട്ടൊരു പൂവാണ്. അപ്പോൾ ഈ പൂവിനാണ് ഫില്ല് ചെയ്യുന്നത് ബോട്ടിൽ. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട് വിത്ത് ഷുഗി ഫ്ലവേഴ്സ് ഫ്രം മൈ ഗാർഡൻ. അപ്പോൾ ആ കുട്ടീൻ്റെ ഗാർഡനിൽ നിന്ന് ഇത് പറിച്ചിട്ട് ഇത് വീണെടുത്ത് പെറുക്കിയിട്ട് അത് ഫില്ല് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഒഴുക്കി വിടും ഈ ബോട്ടിൽ നിറച്ചിട്ട്. അതാണ് പറയുന്നത്. ആൻഡ് ഹോപ്പ് ദാറ്റ് ദീസ് ബ്ലോസം ഓഫ് ഡോൺ വിൽ ബി ക്യാരി സേഫ്ലി ടു ദ ലാൻഡ് ഇൻ ദ നൈറ്റ്. അപ്പോൾ രാത്രി ആവുകയോളം ഇത് ആ ഒഴുകി അവിടെ എത്തും. ആ ലാൻഡിൽ, എന്താണ് പരിചയമില്ലാത്ത ആ ലാൻഡിലെത്തും. അതിനെന്താ ഇവിടെ പറയുന്നത്? സ്ട്രേഞ്ച് ലാൻഡ് എന്നാണ് പറയുന്നത്. അവിടെ എത്തുന്നതാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ഐ ലോഞ്ച് മൈ പേപ്പർ ബോട്ട്സ് ആൻഡ് ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ്സ് സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽ. അത് ഈ പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴുക്കി വിടുക. ഈ ബോട്ട്, കപ്പൽ ഇതൊക്കെ വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് ഇറക്കുമ്പോൾ അതിനാണ് ലോഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പർ ബോട്ട് വെള്ളത്തിൽ വിട്ടിട്ട് മേലോട്ട് ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് എന്താണ് അവിടെ കാണുന്നത്? ആൻഡ് സീ ലിറ്റിൽ ക്ലൗഡ്സ് സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽ. അപ്പോൾ അവിടുത്തെ മേഘങ്ങളൊക്കെ അങ്ങനെ ഒരു സെയിൽ പോലെ ബൾജ് ചെയ്തിട്ട്, സെയിൽ എന്ന് പറഞ്ഞാൽ ഈ പായക്കപ്പലിൻ്റെ സെയിലാണത്. കപ്പലിനൊക്കെ പായ കെട്ടിയിട്ട് കാറ്റ് പിടിച്ചിട്ടാണ് ഇത് നീങ്ങുക. അപ്പോൾ കാറ്റ് പിടിക്കുമ്പോൾ ഇതിങ്ങനെ ബൾജ് ചെയ്യും, ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്യും. അപ്പോൾ ബൾജ് ചെയ്യുമ്പോൾ അതിങ്ങനെ കാറ്റ് പിടിച്ചിട്ട് അങ്ങനെ നീങ്ങും. അപ്പോൾ അതുപോലെ ബൾജ് ചെയ്യുന്ന മേഘങ്ങളെയാണ് ഇവൻ കാണുന്നത്. ഓക്കെ, മേലോട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ. പിന്നെന്താണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പം മനസ്സിലാവുന്നത്? ഐ നോ നോട്ട് വാട്ട് പ്ലേമേറ്റ് ഓഫ് മൈൻഡ് ഇൻ ദ സ്കൈ സെൻസ് ദം ഡൗൺ ദ എയർ ടു റേസ് വിത്ത് മൈ ബോട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ആകാശത്ത് നിന്ന്, ഏത് പ്ലേമേറ്റാണ്, അതെൻ്റെ കളിക്കൂട്ടുകാരൻ. പ്ലേമേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കളിക്കൂട്ടുകാരനാണ് ആകാശത്ത് നിന്ന് എൻ്റെ ബോട്ടിനെ റേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മേഘങ്ങളെ അയക്കുന്നത് എന്ന്. അതാണ് അവൻ ചിന്തിക്കുന്നത്.
പിന്നെ അവൻ എന്താ അവിടെ ആലോചിക്കുന്നത്, വെൻ നൈറ്റ് കംസ് ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആംസ് ആൻഡ് ഡ്രീം ദാറ്റ് മൈ പേപ്പർ ബോട്ട്സ് ഫ്ലോട്ട് ഓൺ ആൻഡ് ഓൺ അണ്ടർ ദ മിഡ് നൈറ്റ് സ്റ്റാർസ്. ഇവിടെ എന്താണ് നോക്കുന്നത്, വെൻ നൈറ്റ് കംസ് ഐ ബറി മൈ ഫേസ്. അപ്പോൾ രാത്രി ആകുമ്പം ഇവൻ എന്താ ചെയ്യുക, ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആംസ് എന്ന് പറയുന്നത്. ബറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ചിത്രത്തിൽ കാണുന്നവർ കൈൻ്റെ ഇടയിലാക്കും, അങ്ങനെ ഇരിക്കും, താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതിനാണ് ഈ പറയുന്നത്. അങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ആലോചിക്കും, ഡ്രീം ചെയ്യും. എന്താ ഡ്രീം ചെയ്യുന്നത്, എൻ്റെ ബോട്ട് ഇങ്ങനെ രാത്രിയുടെ സമയത്ത് നക്ഷത്രങ്ങളൊക്കെ ആകാശത്തുള്ള സമയത്ത് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പറയുന്നത് ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദെം. അപ്പോൾ ഫെയറീസ് എന്ന് പറഞ്ഞാൽ സാങ്കല്പിക മാലാഖമാർ, അവരൊക്കെ ഇത് എൻ്റെ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫുൾ ഓഫ് ഡ്രീംസ്, ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുമായിട്ട്. അങ്ങനെയാണ് ഇവിടെ ഈ കുട്ടിയുടെ ആലോചനയും ചിന്തയും ഒക്കെ പോകുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു ചെറിയ പദ്യമാണിത്. അപ്പം ഈ പദ്യം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ പദ്യത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ പദ്യത്തോടു കൂടെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ഇത് കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.